ഹലോ. അങ്ങനെ 2025 ആദ്യത്തെ മലയാള സിനിമ ഇറങ്ങി. മറ്റൊന്നുമല്ല, നമ്മുടെ ടോവിനോ തോമസും തൃഷയും കൂടി ഒന്നിച്ചഭിനയിച്ച ഐഡൻറ്റിറ്റിയാണ് ആ സിനിമ. സിനിമ എങ്ങനെയാണെന്നല്ലേ? സിനിമ നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ വെറുതെ പറയുന്നതല്ല, നന്നായിട്ടുണ്ടെന്ന് ശരിക്കും നന്നായിട്ട് ക്രാഫ്റ്റ് ചെയ്തൊരു സിനിമയാണ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന പുതിയ ചിത്രം. അഖിൽ പോളും അനസ് ഖാനും കൂടി ഡയറക്ഷനും എഴുത്തും ഒരുമിച്ച് ചെയ്തിട്ടുള്ള ഈ സിനിമ തികച്ചും ഒരു ഡിഫറെൻറ്റ് ഫീൽ തന്നെയാണ് ഒരു പ്രേക്ഷകന് നൽകുന്നത്. ഈ സിനിമ എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അതിൽ കുറേ കാര്യങ്ങൾ എല്ലാം പറയുന്നില്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ എന്തായാലും പറയണം, അല്ലെങ്കിൽ ഈ വീഡിയോ ചെയ്യുന്നതിനെ കൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് ഞാൻ ഐഡൻറ്റിറ്റി എന്ന സിനിമയെക്കുറിച്ച് പറയുമ്പോഴേ അങ്ങനെ എന്താ പറയുക, അതൊരു ചെറിയ സിനിമയല്ല, അതൊരു വലിയ സിനിമ തന്നെയാണ്. അതിൻ്റെ ബഡ്ജറ്റ് കൊണ്ട് മാത്രമല്ല, അതിൻ്റെ പ്ലോട്ടും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു പ്ലോട്ടാണ്. കോംപ്ലക്സ് ആയിട്ടുള്ള പ്ലോട്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് ലെയേഴ്സ് ഉള്ള പ്ലോട്ടാണ്, ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിൻ്റെ സ്റ്റാർട്ടിങ് കാണിക്കുന്ന കുറേ ക്യാരക്ടേഴ്സ് അല്ലാതെ കഥ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ ക്യാരക്ടേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരൊക്കെ ആ സ്ക്രിപ്റ്റിന് വളരെയധികം ആവശ്യമുള്ള ആൾക്കാർ തന്നെയാണ് എന്നാണ് സിനിമ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പലർക്കും പലതരത്തിലാണ് സിനിമ വർക്ക് ആവുന്നത്, വർക്ക് അല്ലാതാവുന്നത്. ഞാൻ എൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്. അത് ആ ക്യാരക്ടേഴ്സൊക്കെ വളരെ ഇന്റർകണക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട് പല തരത്തിൽ. ഈ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ ഹരൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ്, ടോവിനോ തോമസ് ചെയ്യുന്ന ഹരൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ് മെയിൻ ആയിട്ടുള്ള ഈ സിനിമയിൽ ഉള്ളത്. ഈ ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റി മാത്രമല്ല ഈ കഥ നടക്കുന്നത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്, മേർഡർ നടക്കുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്പോയിലറാക്കും, അതൊന്നും പറയുന്നില്ല. മേർഡർ ഉണ്ട്, അതിനെ ചുറ്റിപ്പറ്റിയിട്ട് കുറേ ദുരൂഹതകൾ അല്ലെങ്കിൽ കുറേ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ കുറേ അധികം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സിനിമയിൽ. അതുകൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ടിരുന്ന് കാണണം സിനിമ. ചിലപ്പോൾ ആദ്യത്തെ വാച്ചിൽ തന്നെ എല്ലാ സംഭവവും മനസ്സിലാവണമെന്നില്ല, സമയമെടുക്കും, എന്നാലും മനസ്സിലാവും. അങ്ങനെ മനസ്സിലാവാതിരിക്കത്ത പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് നമ്മളൊന്ന് കാണുമ്പോൾ അടുത്തുള്ള ആളെ നോക്കാതെ നമ്മളൊന്ന് സിനിമ മാത്രം നോക്കിക്കഴിഞ്ഞാൽ സെറ്റാവും. ഈ സിനിമയെക്കുറിച്ച് പിന്നെ പറയുമ്പോഴേ ഇതിന് വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻസ് കൊടുക്കുന്ന ഒരു പരിപാടി ഇതിൽ നടക്കുന്നുണ്ട്, ഈ സിനിമയിൽ നടക്കുന്നുണ്ട്. എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ, ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഡോക്ടർ കഥാപാത്രം ആയിട്ടുള്ള നമ്മുടെ ഷമ്മി തിലകൻ, പുള്ളി നമ്മുടെ ഹരൻ എന്ന് പറയുന്ന ലീഡ് ക്യാരക്ടർ, ടോവിനോ തോമസ് ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, പുള്ളിയുടെ ക്യാരക്ടർ എങ്ങനെയാണ്, ആ റോളിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ ആ റോളിൻ്റെ എന്താ പറയുക, പുള്ളിയുടെ ഒരു മാനറിസംസ് അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു സ്വഭാവ രീതി എങ്ങനെയാണ്. ഒരു ഡിസോർഡർ ഉള്ള ഒരാളാണ് അയാൾ, അതെന്താണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശരിയാവില്ല, അവിടെ ഞാൻ പറയുന്നില്ല. ആ ഡിസോർഡർ ഉള്ള ആളാണ് ഈ പറയുന്ന ആൾ. അതുകൊണ്ട് തന്നെ അയാൾ പല കാര്യങ്ങളിലും വളരെയധികം പെർഫെക്റ്റ് ആണ്. അപ്പം അതാണ് അതിൻ്റെ ഒരു സംഭവം. അപ്പം ഇതിനെക്കുറിച്ചിട്ട് ഇയാൾ നന്നായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഷമ്മി തിലകൻ്റെ ക്യാരക്ടർ. അതുപോലെ ഈ സിനിമ എന്താ പറയുക, അന്വേഷിക്കുന്ന കേസിനെ കുറിച്ചിട്ടുള്ള പല കാര്യങ്ങളും പലതരത്തിലും ഒരു എന്താ പറയുക, ലീഡ് ക്യാരക്ടർ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനോട് ഡീറ്റെയിൽ ചെയ്യുന്ന, എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഇന്ന കാര്യങ്ങളാണ് നടന്നിട്ടുണ്ടാവുക, ഇന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് അത് അങ്ങനെ ഉണ്ടായിട്ടാവുക, ഇന്ന ട്വിസ്റ്റുകളൊക്കെ ആണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എന്ന തരത്തിലുള്ള എന്താ പറയുക സംഭാഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇത് സിനിമയ്ക്ക് ഗുണമാണ് ഒരു തരത്തിൽ. കാരണം ഈ തരത്തിലുള്ള ഒരു ഫിലിം മേക്കിംഗ് അങ്ങനെ അത്ര ഒരു സുപരിചിതമല്ല മലയാളത്തിൽ. അത് നന്നായിട്ട് എന്താ പറയുക, നമ്മൾ ഫോറിൻ സിനിമാസിലൊക്കെ കാണുന്ന തരത്തിലുള്ള ഒരു ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. സമയമെടുത്ത് റിസർച്ച് ചെയ്ത സ്ക്രിപ്റ്റ് ആണെന്ന് മനസ്സിലാക്കാം. പല ടേംസും ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ എയർ സ്പേസിൽ ഉണ്ടാവുന്ന സെക്യൂരിറ്റി ചെയ്യുന്ന ആൾക്കാർ, അവരെക്കുറിച്ചുള്ള ഡീറ്റെയിലൊക്കെ ഇതിൽ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊക്കെ സിനിമയുടെ കഥയിലൊരു ഭാഗമാണ്.
അതൊക്കെ ഓരോ പാർട്സ് ആയിട്ട് പറയുമ്പോൾ ഒന്നും മനസ്സിലാവില്ല നിങ്ങൾക്ക്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അത് മൊത്തത്തിൽ കാണുമ്പോൾ മാത്രമേ അതെന്താണെന്ന് മനസ്സിലാവുള്ളൂ. ബേസിക്കലി ഞാൻ പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോംപ്ലക്സ് പ്ലോട്ടാണ്, അതുപോലെ തന്നെ റിസർച്ച് നന്നായിട്ട് ചെയ്തിട്ടുള്ള സ്ക്രിപ്റ്റ് ആണ്. ജാഗൺസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാവും, പക്ഷെ അതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ, അങ്ങനെ മനസ്സിലാക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. ഇതിന് ടെക്നിക്കൽ ആസ്പെക്ട്സ് പറയുകയാണെങ്കിലേ, ടെക്നിക്കൽ ആസ്പെക്ട്സ് എന്താ പറയുക, വളരെ ടോപ്പ് നോച്ച് ആയിട്ട് ഉള്ള ഒരു പരിപാടിയാണ്. വെറുതെ ഞാൻ എന്താ പറയുക ഒരു സോപ്പിടാൻ വേണ്ടി പറയുന്നതല്ല, അങ്ങനെ തോന്നി തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു എഫക്റ്റും സൗണ്ടിൻ്റെ ഒക്കെ അതൊക്കെ വെച്ചിട്ട് പറയുന്നതാണ്. മറ്റൊന്നുമല്ല, നല്ല സിനിമാറ്റോഗ്രഫി വന്നിട്ടുള്ളൊരു സിനിമയാണ് ഐഡന്റിറ്റി. നല്ല എഡിറ്റിംഗ് ബൈ ചമൻ ചാക്കോ, പിന്നെ മ്യൂസിക് ബൈ ജെയ്ക്സ് ബിജോയ്. എലവേറ്റ് ചെയ്യുന്നുണ്ട് സീന് നന്നായിട്ട്. ഏതൊക്കെയോ രീതിയിൽ സിനിമ നന്നായിട്ട് എലവേറ്റ് ആയി വരുന്നുണ്ട്. കാർ ചേസിങ് സീനുണ്ട് അടിപൊളി. എന്താ പറയുക, വിനയ് റായും അതുപോലെ തന്നെ ടോവിനോ തോമസും തൃഷിയും അടങ്ങിയിട്ടുള്ള കാർ ചേസ് സീനുകളൊക്കെ ഈ സിനിമയ്ക്ക് എന്താ പറയാ ഒരു എന്താ പറയാ നല്ലൊരു പേസ് കൊടുക്കുന്നുണ്ട്. സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ ഒരു പേസ് ഇത്തിരി കുറവാണ്. കുറച്ച് ആൾക്കാരൊക്കെ മെയിൻ ക്യാരക്ടേഴ്സിനൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് അവർ എങ്ങനെയാണ് അവർ പെരുമാറുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി തരും. ടു ദ ഓഡിയൻസ് അത് നമുക്ക് മനസ്സിലാക്കി തരും. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ ഈ ആൾക്കാരൊക്കെ വന്ന് പിന്നെ അവരവരുടെ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുക. അവരവരെന്തൊക്കെയാണ് ആ ക്യാരക്ടേഴ്സിന് അതിൽ ചെയ്യാനുള്ള അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫൈറ്റ് നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത്, ഒരു സ്ഥലത്ത് വേറെ പാരലൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്, പല ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം ഒരു ഇൻവെസ്റ്റിഗേഷൻ പരിപാടിയാണ് സിനിമ. എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, ആൾക്കാർ എന്താ പറയുക ഒരു ബോറടിപ്പിക്കുന്നില്ല. ഒരു നല്ല ഇൻട്രിഗിങ് ആയിട്ടുള്ളൊരു ത്രില്ലർ മൂഡിൽ സെറ്റ് ചെയ്തിട്ടുള്ളൊരു പടമാണ് ഈ പറയുന്ന ഐഡന്റിറ്റി. പിന്നെ എടുത്തു പറയേണ്ടത് പെർഫോമൻസ് തന്നെയാണ്. പെർഫോമൻസ് വരുമ്പോൾ ടോവിനോ തോമസ്, തൃഷ, ഇവർ രണ്ടുപേരാണ് സിനിമയിൽ ലീഡ് ചെയ്യുന്ന ആൾക്കാർ. ലീഡ് ചെയ്യുന്ന ആൾക്കാർ നന്നായിട്ട് ഉണ്ടെങ്കിലല്ലേ ബാക്കിയുള്ളവർ നന്നാവുള്ളൂ. അങ്ങനെയൊന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. സിനിമയിൽ എന്താ പറയുക, എല്ലാവരും നന്നായിട്ടുണ്ട്. സിനിമയിൽ ആക്ച്വലി ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് സിനിമയിൽ, അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് എന്താ പറയുക ഈ സിനിമയുടെ ഒരു ബ്യൂട്ടി. ഞാൻ വളരെ ഇൻട്രസ്റ്റ് ആണ് സിനിമയെ കുറിച്ചിട്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. സിനിമയുടെ പല എന്താ പറയുക സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു സിനിമയാണ്. നല്ല ഫൈറ്റ് സീൻസ് ഉള്ള സിനിമയാണ്. ക്ലൈമാക്സിലുള്ള എന്താ പറയുക ഫ്ലൈറ്റിലുള്ള സീൻസ് എന്നൊക്കെ പറയുമ്പോൾ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. കൊറിയോഗ്രാഫി, ആ ഒരു ഫൈറ്റും അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു പരിപാടികളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഈ സിനിമയിൽ. പെർഫോമൻസിനെ കുറിച്ച് പറയുമ്പോൾ ടോവിനോ തോമസ് നല്ല സെട്ടിലായിട്ടൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു അന്തർമുഖൻ അല്ലെങ്കിൽ ഇൻട്രോവേർട്ടിനെ പോലെ ഒരാൾ, പിന്നെ പുള്ളി ഇങ്ങനെ മെല്ലെ പുള്ളിയുടെ ഒരു പീക്കിലെത്തി അതിൻ്റെ ഒരു ഫൈനൽ ആക്ടൊക്കെ തേർഡ് ആക്ടൊക്കെ വന്ന് ചെയ്യുമ്പോൾ ഹീ ഈസ് ലൈക്ക് നന്നായിട്ട് എന്താ പറയുക ഒരു 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 നല്ലൊരു പെർഫോമൻസ് ഡെലിവർ ചെയ്തിട്ടുണ്ട് ടോവിനോ തോമസ്. എസ്പെഷ്യലി ആഫ്റ്റർ ഹിസ് സക്സസ്ഫുൾ മൂവി മെഗാ ബ്ലോക്ക് ബസ്റ്റർ അജയ് രണ്ടാം വർഷം ഐഡന്റിറ്റി നല്ലൊരു എന്താ പറയുക സെക്കൻഡ് ഹിറ്റായി കൊണ്ടിരിക്കാൻ സാധ്യതയുള്ളൊരു സിനിമ തന്നെയാണ് ഐഡന്റിറ്റി. അത് കഴിഞ്ഞ് പറയുകയാണെങ്കിൽ നമ്മുടെ തൃഷയ്ക്ക് എന്താ പറയുക നല്ലൊരു റോള് ഉണ്ട് ആക്ച്വലി. സിനിമയുടെ ഫുൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമയുടെ പല പാർട്സിലും നന്നായിട്ട് വന്നിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിലൊക്കെ പുള്ളിക്കാരിനെ ആദ്യം കാണിക്കുമ്പോൾ പുള്ളിക്കാരിയുടെ മുഖത്തൊരു ചെറിയൊരു എന്താ പറയുക ഭയാനകമല്ല കുറച്ചൊരു ഭയത്തോടെയുള്ളൊരു നോട്ടം, അതൊക്കെ എക്സ്പ്രഷനൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ആ ഒരു പുള്ളിക്കാരിയുടെ ക്യാരക്ടറും അല്ലെങ്കിൽ റോളും സിനിമയുടെ കൂടെ തന്നെ അതിൻ്റെ ഒരു പേസിൽ നന്നായിട്ട് ചെയ്യേണ്ട ഒരു ക്യാരക്ടർ. പിന്നെ സിനിമയിൽ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് കുറേ പേരുണ്ട്. അർജുൻ രാധാകൃഷ്ണൻ ചെയ്തിരിക്കുന്ന വേഷം, പുള്ളി കണ്ണൂർ സ്കോർ കഴിഞ്ഞിട്ട് പിന്നെയും നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുന്ന ഒരു സിനിമ ആണ് ഐഡന്റിറ്റി. പുള്ളി ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ആക്ടിങ്ങിലൂടെ നമ്മളെ എന്താ പറയുക വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ സിനിമയിലും തുടരുന്നുണ്ട്. പുള്ളിയുടെ ഉള്ളൊഴുക്കിലാണെങ്കിലും പുള്ളി നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു.
അതുപോലെ വിനയ് റായ് ഈ സിനിമയിൽ ക്രിസ്റ്റഫർ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഐഡന്റിറ്റിയിലാണ് പുള്ളി അത് കഴിഞ്ഞിട്ട് വരുന്നത്. നല്ലൊരു ത്രൂ ഔട്ട് സിനിമയിലുണ്ട് പുള്ളി, ഫ്രം സ്റ്റാർട്ടിങ് ടു ദ എൻഡ് ഈസ് ദയർ. സോ ഹി ഹാസ് ഡൺ എ വെരി ഗുഡ് ജോബ്, എസ്പെഷ്യലി an actor who is not from Malayalam. He has done a very good job, especially his body language and mannerisms, and he's a police officer, and his transformation to another particular character or another particular aura അല്ലെങ്കിൽ അതൊരു നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി. അജു വർഗീസിന് നല്ലൊരു റോള് ഉള്ള സിനിമയാണ് ഐഡന്റിറ്റി. DYSP ആയിട്ടാണ് അജു വർഗീസ് ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. സീരിയസ് ആയിട്ടുള്ള കഥാപാത്രമാണ്, ഒരു കേസ് അന്വേഷണവും അതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളാണ് അജു വർഗീസ് ഹാൻഡിൽ ചെയ്യുന്നത്. പുള്ളിയുടെ ക്യാരക്ടർ വളരെ ഇരുത്തം വന്നൊരു പോലീസുകാരൻ്റെ ഒരു ക്യാരക്ടറാണ്. ആൻഡ് അജു വർഗീസ് ആസ് എൻ ആക്ടർ നന്നായിട്ട് ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ആക്ടർ തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ സിനിമയായ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറയുന്ന സിനിമയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു, കുറച്ചൊരു നെഗറ്റീവ് ടച്ചുള്ളൊരു ക്യാരക്ടർ. നമ്മുടെ അതിന് മുന്നത്തെ ആനന്ദ് ശ്രീബാല എന്ന് പറയുന്ന സിനിമയിൽ ഒരു ക്യാമിയോ റോളാണെങ്കിലും വളരെ ഇമ്പാക്റ്റ് ഉള്ളൊരു റോൾ അജു വർഗീസ് ചെയ്തു. അതുപോലെ പല പല സിനിമകളിലും പല പല തരത്തിലുള്ള ക്യാരക്ടേഴ്സായിട്ട് പുള്ളി ചെയ്യുന്നുണ്ട്. ഗഗനചാരിയിൽ പുള്ളി ചെയ്ത ക്യാരക്ടേഴ്സ് വെരി ഡിഫറെൻറ്റ്. ഐ മീൻ പുള്ളിയുടെ ഒരു കംഫർട്ട് സോൺ ആണെങ്കിലും അതൊരു രസമുള്ളൊരു പരിപാടി ആയിരുന്നു. അതിൽ നിന്ന് ഇത് നോക്കുമ്പോൾ 2025 ഇറങ്ങിയ ഈ ഐഡന്റിറ്റിയിലെ പോലീസ് വേഷം നോക്കുമ്പോൾ വളരെ ഡെസിഗ്നേഷൻ കൂടിയ ഒരു പോലീസാണ്. അത് നന്നായിട്ട് പുള്ളിക്ക് ഡെലിവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു എന്താ പറയുക പ്രത്യേകത. അല്ലെങ്കിൽ പുള്ളിയുടെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. ഷമി തിലകൻ വളരെ എന്താ പറയുക ഈസ് വെറ്ററൻ ആക്ടർ. നമുക്കറിയാം തിലകൻ സാറിൻ്റെ ആ ഒരു കൈൻഡ് ഓഫ് സൗണ്ട് മോഡുലേഷൻ ഒക്കെ നമുക്ക് ഈ സിനിമയിൽ തുടക്കത്തിൽ അങ്ങനെ തോന്നും, നമുക്ക് ഇത് തിലകൻ സാർ ഈ സിനിമയിലുണ്ടോ എന്നുള്ള തരത്തിലുള്ള നമുക്ക് ചിലപ്പോൾ സിനിമ കാണുമ്പോൾ തോന്നും. എനിക്ക് തോന്നിയിട്ടോ, എല്ലാവർക്കും തോന്നുന്നില്ല, എൻ്റെ കാര്യം പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടികളൊക്കെ ഷമി തിലകൻ എന്ന് പറയുന്ന ആക്ടറിൻ്റെ എന്താ പറയുക ബ്രില്യൻസ് സിനിമ. ഐഡന്റിറ്റി എന്ന് പറയുന്ന സിനിമ 2025 ആദ്യത്തെ സിനിമയാണ്. ആദ്യത്തെ സിനിമ തന്നെ നന്നായിട്ടുണ്ട് എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അതൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫിലിം മേക്കിംഗ്, സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫിലിം മേക്കിംഗ്, കോംപ്ലക്സ് പ്ലോട്ടിനെ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്ന ഒരു ക്രാഫ്റ്റാണത്. അതിൻ്റെ ഔട്ട്പുട്ട് എന്താ പറയുക ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ്. ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫിലിം മേക്കിംഗ് എന്ന് പറയുമ്പോൾ അതൊരു റൗണ്ട് ടേബിൾ കോൺഫറൻസ് പോലെ ഇരുന്നിട്ട് ഉള്ള ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും മുഷിപ്പിക്കുന്നില്ല അങ്ങനെ ആൾക്കാരെ. അത് ആൾക്കാരിലേക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഇന്ന കാര്യങ്ങളാണ്. എന്ത് തന്നെയാണെങ്കിലും നല്ലൊരു ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ത്രില്ലറാണ്, ഇൻട്രക്റ്റീവിങ് ത്രില്ലറാണ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. 2025 ആദ്യത്തെ സിനിമ തന്നെ ഇത്തരത്തിലുള്ള ഒരു ത്രില്ലർ ആയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമ നന്നായിട്ട് ഓടട്ടെ എന്നും ആശംസിക്കുന്നു.